വാർത്തകൾ തുടരുന്നു. എറണാകുളം കോതമംഗലം പീസ് വാലി പ്രാർത്ഥന ചിൽഡ്രൻസ് വില്ലേജിന് പ്രൗഢഗംഭീര തുടക്കം. രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാരുടെ അതിജീവനം ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. റെസിഡൻഷ്യൽ ലൈഫ് സ്കൂൾ, ഉപേക്ഷിക്കപ്പെടുന്ന ഭിന്നശേഷിക്കാർക്കുള്ള അമ്മത്തൊട്ടിൽ എന്നിവയാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. 30,000 ചതുരശ്ര അടി വിസ്തീർണമുള്ള കെട്ടിടത്തിൽ 150 കുട്ടികൾക്കുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. രക്ഷിതാക്കളുടെ അഭാവത്തിൽ ഭിന്നശേഷിക്കാരുടെ അതിജീവനം ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. വടക്കൻ പറവൂർ ആസ്ഥാനമായ പ്രാർത്ഥന ഫൗണ്ടേഷനൊപ്പം ചിൽഡ്രൻസ് വില്ലേജാണ് പദ്ധതിയിൽ കൈകോർത്തത്. ഭക്ഷണം കഴിക്കാനും വസ്ത്രം ധരിക്കാനും ശുചിമുറി ഉപയോഗിക്കാനും തൊഴിൽ പരിശീലനത്തിനുമുള്ള പാഠങ്ങളും ഇവിടെ പരിശീലിപ്പിക്കും. 6 വയസ്സുവരെയുള്ള കുട്ടികൾക്കുള്ള ഏർലി ഇന്റർവെൻഷൻ സെന്റർ 2 വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പ്രാർത്ഥന ഫൗണ്ടേഷൻ ചെയർമാനും പ്രവാസി വ്യവസായിയുമായ CK പത്മകുമാർ, ചലച്ചിത്ര നടൻ ഫഹദ് ഫാസിൽ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഭിന്നശേഷിക്കാർക്കുള്ള പദ്ധതികളിൽ പ്രാർത്ഥന ഫൗണ്ടേഷൻ തുടർന്നും പീസ് വാലിക്കൊപ്പം ഉണ്ടാകുമെന്ന് CK പത്മകുമാർ പറഞ്ഞു. പീസ് വാലിയുടെ പ്രവർത്തനങ്ങൾ അതിശയപ്പെടുത്തുന്നതാണെന്നും പീസ് വാലിക്കൊപ്പം തുടർന്നും ഉണ്ടാകുമെന്നും ഫഹദ് ഫാസിൽ പറഞ്ഞു. പീസ് വാലിയിൽ എന്നെ എത്തിച്ച ജഗദീശ്വരനോടും മറ്റെല്ലാ ഡെസ്റ്റിനിയോടും ഞാൻ നന്ദി പറഞ്ഞ് ഇനി പീസ് വാലിയുടെ അങ്ങോട്ടുള്ള യാത്രയിൽ എന്നെ കൊണ്ടാകുന്ന രീതിയിൽ എല്ലാ സഹകരണവും എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അതുപോലും എനിക്ക് അറിയില്ല. എന്താ ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടാകുന്ന കാര്യങ്ങളാണ് ഞാനത് ചെയ്തത്. പീസ് വാലി ചെയർമാൻ PM അബൂബക്കർ അധ്യക്ഷനായി. ഡോക്ടർ മുരളി തുമ്മാരുകുടി, സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ സെറിബൽ പാസി ബാധിതയായ ഷാരിക AK, MA മുഹമ്മദ്, ഡിസബിലിറ്റി ആക്ടിവിസ്റ്റ് ധന്യ രവി, പീസ് വാലി ഉപാധ്യക്ഷൻ KM യൂസഫ്, രാജീവ് പള്ളുരുത്തി, ഡോക്ടർ സാംപോൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, എറണാകുളം.